വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപ് അഴിഞ്ഞാടുകയാണ്. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ചില്ലറ അഴിഞ്ഞാട്ടമൊന്നുമല്ല, ഭീകരമായിട്ടുള്ള അഴിഞ്ഞാട്ടമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ട്രംപിന്റെ പുതിയ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ഗസ ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഗസയിൽ ഇനി അവിടെയുള്ള അഭയാർത്ഥികളെല്ലാം ഒഴിഞ്ഞു പോകണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഗസയെ പുനർനിർമ്മിക്കും എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. ഈ ഗസയെ ഇനി ഇത് താമസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമാണ് ഇനി ഗസ എന്നാണ് പറയുന്നത്. ഈ ഗസ യഥാർത്ഥത്തിൽ മുഴുവനായിട്ടും റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 100 കൊല്ലം എടുക്കും എന്നുള്ള കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചിലർ പറയുന്നു 100 വേണ്ട, 15 കൊല്ലം മതി എന്ന് ചില ആൾക്കാർ പറയുന്നു. അമേരിക്ക പറയുന്നു 100 കൊല്ലം വേണ്ടി വരുമെന്ന് പറയുന്നു. അതിനിടയിൽ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യം ഓരോരോ രാജ്യങ്ങളായിട്ട് മുമ്പിലേക്ക് വരികയാണ്. ഇന്തോനേഷ്യ പറയുന്നത് ഞങ്ങൾ അവിടെ 100 മോസ്ക്, അതായത് പള്ളികൾ പണിതു തരാം എന്ന് ഇന്തോനേഷ്യ പറയുന്നു. ബാക്കിയുള്ള രാജ്യങ്ങൾ പറയുന്നു ഞങ്ങൾ അത് പണിതു തരാം, ഇത് പണിതു തരാം. ആ ഫണ്ടൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയിലാണ് ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒന്നും പണിയണ്ട, നിങ്ങൾ അങ്ങോട്ട് മാറി തന്നാൽ മാത്രം മതി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ ഗസ ഒഴിപ്പിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഇതൊരു നമ്മുടെ ഗ്ലോബൽ ആസ്പെക്റ്റിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഗസ, വടക്കൻ ഗസ, അത് വളരെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ് വടക്കൻ ഗസ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ പനാമ കനാല് ചൈന അവരുടെ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് പനാമയെ വിരട്ടിയത്. കാരണം ഈ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഒരു വലിയ തലവേദനയായിട്ട് വരിക. അമേരിക്ക എന്ത് ചെയ്താലും അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ചൈന വിത്തിൻ സെക്കൻഡ്സിൽ അടിച്ചിറക്കും. ഇപ്പം AI എന്ന് പറയുന്ന ചാറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ ചാറ്റ് GPT ഒക്കെ ഉണ്ടല്ലോ, ഇത്ര $1 ബില്യൺ അമേരിക്ക അത് ചെയ്തിറക്കിയത്. പോരാത്തതിന് അതിന്റെ ആ ചെയ്തിറക്കിയതിന്റെ ആ പിന്നിലുള്ള ആ രഹസ്യം അമേരിക്ക ആർക്കും കൊടുത്തിട്ടില്ല. ചൈനയ്ക്ക് ആ രഹസ്യവും കാര്യങ്ങളും ഒന്നും വേണ്ട. ചൈന മില്യൺസിന് അത് ചെയ്തെടുത്തു. അതായത് നമ്മൾ പറയില്ല, പണ്ട് അമേരിക്ക നാസ ഇത്ര $1 ബില്യൺ റോക്കറ്റ് വിടുമ്പോൾ നമ്മളത് വിടുന്നത് മില്യൺസിനാണ് എന്ന് നമ്മൾ പറയില്ല. അതുപോലെ ചൈന അത് ചെയ്തെടുത്തു. പെന്റഗണിനെക്കാളും വലിയ ഒരു കേന്ദ്രം ചൈനയിൽ അവർ പണിതുകൊണ്ടിരിക്കുകയാണ്. പെന്റഗണിന്റെ 10 ഇരട്ടി വലിപ്പം അങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണ ചൈന കടലിൽ ഈ ചൈന ചെയ്യുന്ന കാര്യങ്ങൾ ഞാനൊരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് റെപ്ലിക്കേറ്റർ സംരംഭം എന്ന് പറയുന്ന ഒരു സംരംഭം അമേരിക്ക കൊണ്ടുവരികയാണ് ഈ ദക്ഷിണ ചൈന കടലിൽ ചൈനയെ എതിരിടാനായിട്ട്. ഈ ചൈനയെ എതിരിടാനായിട്ട് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെപ്ലിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അതിന് ഹെൽസ്കേപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ട്. ഇതൊക്കെ ഡിഫൻസിന്റെ വേർഡുകളാണ് കേട്ടോ. ആ സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ ഈ അഡായ് സംവിധാനം എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഈ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണ ചൈന കടലിൽ എത്ര ദൂരമാണ് കിടക്കുന്നത് അമേരിക്കയിൽ നിന്ന് ചൈനയിലോട്ട് ദൂരം. ആ ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയുടെ ആളില്ലാത്ത ഡ്രോണുകൾ, ആളില്ലാത്ത വിമാനങ്ങൾ, യുദ്ധ കപ്പലുകൾ, ഇതിലൊന്നും ആളില്ല. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിലും ഡ്രോണുകളിലും ഒന്നും ആളില്ല. പിന്നെ പോരാത്തതിന് ആളില്ലാത്ത സബ്മറൈനുകൾ എല്ലാം അമേരിക്ക അവിടെ നിരത്തിയിടാൻ പോവുകയാണ്. അങ്ങനെ നിരത്തിയിട്ടിട്ട് ചൈന തായ്വാനെ ആക്രമിക്കാൻ എങ്ങാനും ശ്രമിച്ചാൽ അമേരിക്ക പ്രതിരോധം തീർക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ആ വാർത്ത കൊടുത്തത് ചൈനയെ വിറപ്പിക്കാൻ അമേരിക്ക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത അതിന്റെ ഒരു ഫോളോ അപ്പ് കൊടുത്തു, അമേരിക്ക വിറച്ചു എന്ന് പറഞ്ഞു. സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഈ കൊണ്ടുവരുന്ന ഈ സാധനത്തിന് വിത്തിൻ ഡേയ്സ് അമേരിക്ക കൗണ്ടർ ചെയ്തിട്ട് കിൽ വെബ് എന്ന് പറഞ്ഞൊരു സംഭവം അടിച്ചു അമേരിക്ക. കിൽ വെബ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന സാധനം ഉണ്ടല്ലോ, ഈ അമേരിക്കയുടെ ഈ ആളില്ലാത്ത ഡ്രോണുകളും ഇതും എല്ലാം തകർത്ത് തരിപ്പണമാക്കാനായിട്ട് ചൈന കിൽ വെബ്, അതായത് ഈ വരുന്ന സാധനത്തിനെല്ലാം ചൈന അങ്ങ് ഒരു ആയുധം കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ച് തകർത്ത് കളയുന്ന, അതിലും ആളില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിഭീകരമായിട്ടാണ് ഇങ്ങനെ ഈ അമേരിക്ക ചൈന ഇത് കടന്നു പോകുന്നത്. അപ്പോ അങ്ങനെയുള്ള ചൈനയെ തളയ്ക്കാനായിട്ട് ഇപ്പം ബെൽറ്റ് ആൻഡ് റോഡ് പനാമയിലോട്ട് പോകും, പനാമ വഴി പോകുന്നുണ്ട്. അപ്പോ പനാമയോട് പറഞ്ഞു ഇനി മേലാൽ അതിന് ഇടപെടരുതെന്ന് പറഞ്ഞു. പനാമ ഓക്കെ ശരി ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. ആ പദ്ധതി മാറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി ആ കരാർ പുതുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. കാരണം ചൈനയാണ് ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ 2 തുറമുഖം അവിടെ ഉണ്ട്. ആ തുറമുഖങ്ങളിൽ ഭീകരമായിട്ടുള്ള ചൈനീസ് നിക്ഷേപമാണുള്ളതെന്നാണ് കേൾക്കുന്നത്. സൂയിസ് കനാലും ഇതുപോലെ ബെൽറ്റ് ആൻഡ് റോഡിലെ സുപ്രധാനമായിട്ടുള്ള ഒരു പാതയാണ്. അങ്ങനെ പാത വന്നപ്പോൾ ഈ അമേരിക്കയുടെ താല്പര്യം ഈ സൂയിസ് കനാലിനെ തകർക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ബെൻ ഗൂറിയോൺ കനാൽ എന്ന് പറഞ്ഞൊരു കനാൽ കൊണ്ടുവരുന്നുണ്ട് അമേരിക്ക. അതായത് ഇസ്രായേലിനെ നടുവേ പിളർത്തി വടക്കൻ ഗാസയാണ് ഈ ബെൻ ഗൂറിയൻ കനാലിന്റെ
അപ്പുറത്തേക്കുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത്. ആ വടക്കൻ ഗാസ കിട്ടിയാൽ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗാസ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചെടുത്തു. ഞങ്ങളവിടെ പൂന്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വയ്ക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിറകിൽ ഇത്രയും വലിയൊരു അജണ്ട അമേരിക്കയ്ക്കുണ്ട്. അത് ലക്ഷ്യമിടുന്നത് ചൈനയാണ്. പക്ഷെ നമ്മളെല്ലാവരും അവിടെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലസ്തീനികളെ തല്ലി പുറത്താക്കുന്നു. പക്ഷെ അതല്ല അമേരിക്കയുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇസ്രയേലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗാസ പിടിച്ചെടുക്കുക, ഫലസ്തീനികളെ പുറത്താക്കുക എന്നുള്ളതാണ്. അതായത് ഈ ആക്കേന്റെ വിശപ്പും മാറും പശുവിന്റെ കടിയും മാറും എന്ന് പറഞ്ഞൊരു കൊളോക്കിയലായിട്ട് നമ്മൾ പറയില്ല, അതുപോലൊരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ട്രംപ് ഇങ്ങനെ പറഞ്ഞതിന് പിന്നിൽ ബിജുചേട്ടൻ എന്താണ് തോന്നുന്നത്? ഇന്നിപ്പോ ഗസയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അധികം വൈകില്ല, ഒരു 1-1.5 മാസത്തകം അടുത്തൊരു സ്ഥലം കൂടി അദ്ദേഹം പറയും. അത് വേറൊന്നുമല്ല, അത് ട്രംപ് പറയുമോ നെതന്യാഹു പറയുമോ എന്ന് എനിക്കറിയില്ല. ലബനൻ, തെക്കൻ ലബനനിലെ ഇപ്പൊ തന്നെ അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇങ്ങോട്ടേക്കാരും വരരുത്. ഈ ട്രംപ് പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടുന്ന്. പൊട്ടാത്ത ബോംബുകളും മൈനുകളും രാസ പദാർത്ഥങ്ങളും ഒക്കെ അടങ്ങിയ ഭൂമിയാണ് ഇത്, ഇങ്ങോട്ട് വരരുത്. ഇത് അധികം വൈകാതെ പറയും. ഇതിനകത്തൊരു വലിയ പ്ലാനിങ് നേരത്തെ മുതൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഗസയുടെ ഏതാണ്ട് 90% അവരുടെ അണ്ടറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരുടെ സേനയുടെ അണ്ടറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് ഗസ മാത്രമല്ല, വെസ്റ്റ് ബാങ്കും അവരെ സംബന്ധിച്ച് നിർണായകമാണ്. ഇപ്പൊ അതത്ര പെട്ടെന്ന് എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. അത് മതപരമായ ഒരുപാട് വിഷയങ്ങളുണ്ട്, പല രാജ്യങ്ങളും ഇടപെടാനും സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഗസയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് 67,000 പേര് മരിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. 67,000 ആയിരിക്കില്ല, അതിന്റെയൊക്കെ ഇരട്ടിയോളം ചിലപ്പോൾ സംഭവിച്ചിരിക്കാം. ഏതായാലും ട്രംപ് ഇതിനെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമം നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം ഈ പ്ലാൻ അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലും ഒക്കെ ഈ പ്ലാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോ അദ്ദേഹം പറയുന്നത് അവിടെയുള്ള പലസ്തീനികളെ ഈജിപ്തും ജോർദാനും പങ്കിട്ടെടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് പങ്കിട്ടെടുക്കുമ്പോഴത്തേനും അമേരിക്ക അതിനുള്ള അലവൻസും കാര്യങ്ങളും അവർക്ക് നൽകും. അതുകൊണ്ട് ശ്രദ്ധേയമായ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാറുണ്ട്. ഡൊണാൾഡ് ട്രംപ് എല്ലായിടത്തെയും സാമ്പത്തിക സഹായം വെട്ടിച്ചുരുക്കിയപ്പോൾ 2 രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായമാണ് വെട്ടിച്ചുരുക്കാതിരുന്നത്. അതിലൊന്ന് ഇസ്രായേലും മറ്റൊന്ന് ഈജിപ്തുമായിരുന്നു. അപ്പൊ ആ ഈജിപ്തിനോടും ജോർദാനോടാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇവരെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവരെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ചെല്ലും ചെലവും കൊടുത്തിട്ടാണ്. കാരണം ഈജിപ്തിലും ജോർദാനും ഒക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഇവരെ പോറ്റിക്കൊണ്ട് പോകാനുള്ള വലിയ സാമ്പത്തികമൊന്നുമില്ല. അതിനുള്ള ഫണ്ട് കൊടുക്കും. അമേരിക്ക അങ്ങനെ ചെയ്യാറുള്ളതാണ്. അവരുടെ ഈ പാകിസ്ഥാനിൽ 33,000 അഫ്ഗാനികളെ നടതള്ളിയപ്പോഴും അവരുടെ ജീവിത ചെലവിനുള്ള പണം അമേരിക്ക കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. അതിനി പെർമനന്റ് ആക്കുവോ അത് ഇവരെ കൊണ്ടുപോകുമോ എന്നുള്ളത് വേറെ ചോദ്യം. എന്നും പാകിസ്ഥാനിലിട്ടിട്ട് ഇവർക്ക് ഇങ്ങനെ ഇത് കൊടുത്തോണ്ടിരിക്കുവോ എന്നുള്ളതാണ്. അത് അവർ ചെയ്യാറുള്ളതാണ്. അപ്പം ഈ ഈജിപ്തിന് ഇതുവരെ സാമ്പത്തിക സഹായം വെട്ടിച്ചുരുക്കാതിരുന്നതും മറ്റും ഇതൊരു ലക്ഷ്യം കണ്ടുകൊണ്ടുകൂടി തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവരുടെ ഒരു പ്ലാൻ. അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യം ഈ ധനുഷ് സൂചിപ്പിച്ച പോലെ പൂന്തോട്ടവും കടൽ തീരം മനോഹരമാക്കും, അതാണ് കിഴക്കൻ ഏഷ്യയുടെ ഒരു പ്രധാന പൂന്തോട്ടമാക്കി ഗസയെ മാറ്റുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ലക്ഷ്യം അതൊന്നുമല്ല. ധനുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതുവഴി ഗസ സ്ട്രിപ്പ് വഴി കടന്നു പോകുന്ന ഒരു കനാലിന് അമേരിക്ക നീക്കം തുടങ്ങിയത് ട്രംപിന്റെ കാലത്തല്ല, അതിനു മുമ്പ് ബൈഡന്റെ കാലത്തിന് മുൻപ് തൊട്ടേ അവര് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇപ്പോഴത് അവർക്ക് പൂർത്തിയായി. അതുകൊണ്ട് തന്നെയാണ് ബൈഡനും പിന്നാലെ വന്ന ട്രംപും ഒക്കെ ഇസ്രയേലിന്റെ ഈ ആക്രമണത്തെ കണ്ട് മിണ്ടാതിരുന്നതിന്റെ കാര്യം അതാണ്. യൂറോപ്യൻ കൺട്രീസ് ഒന്നും അതിനെക്കുറിച്ചൊന്നും കമാന്നൊരു അക്ഷരം മിണ്ടാതിരുന്നതിന്റെ കാരണം എങ്ങനെങ്കിലും ഇത് അടിച്ചു തീർന്ന് കൈ കിട്ടിക്കഴിഞ്ഞാല് അതുവഴി ഇത് പോവുക എന്നുള്ളതാണ്. ഈ കനാല് പോകുന്നതിനോട് ഈജിപ്തിനും വലിയ താല്പര്യമുണ്ട്. കാരണം അവരുടെയും ഒരു ബോർഡർ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ കനാലിന്റെ ഒരു ബോർഡർ അവർ ഷെയർ ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കനാല് വന്നു കഴിഞ്ഞാൽ അത് സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും ഗുണകരമായി മാറും. കാരണം അവരുടെ ട്രേഡിങ്സ് എളുപ്പത്തിൽ നടത്താൻ കഴിയും. അവരുടെ ഈ ചുറ്റി വളഞ്ഞു പോകുന്നതിന് പകരം കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയും. അപ്പൊ എല്ലാവരും, കുറച്ചധികം രാജ്യങ്ങൾ ഇതിനെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം അവരാരും ഇതിനകത്ത് നേരിട്ടിറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നയം. ഇപ്പൊ ഗസയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോ അതിനകത്ത് ഇപ്പൊ ഒരു വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും പല GCC രാജ്യങ്ങൾക്കോ ഒന്നും അതിനകത്ത് ഇപ്പോഴില്ല. ഖത്തറിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഖത്തറും ഇപ്പോഴില്ല. എല്ലാവരും അവരവരുടെ രാജ്യത്തിന് നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഏതാണ്ട് 25 ലക്ഷത്തോളം പേരുണ്ടെന്നാണ് പറയുന്നത് ഗസയിൽ. അതിലിപ്പോ എത്ര പേരുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത്രയും പേരെ എങ്ങനെയാണ് അവിടുന്ന് ഒഴിപ്പിക്കാൻ? നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഇപ്പോൾ ആൾപ്പാർപ്പില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാരണം ഒരു മരിപ്പറമ്പ് പോലെയാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ഈ ആളുകളൊക്കെ ഉള്ളത് അഭയാർത്ഥി ക്യാമ്പുകളാണ്. അപ്പൊ ഇവരെ എങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ളൊരു പ്രശ്നമാണ്. രണ്ടാമത്തത്, മാറ്റിക്കഴിഞ്ഞാലും ഇവരുടെ ഇടയിൽ തീവ്രവാദം വളരെ ശക്തമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം
അവരെ മാറ്റി പാർപ്പിച്ചു കഴിയുമ്പോൾ അത് ആ ക്യാമ്പുകളിൽ, നമുക്കറിയാം ISIS ഒക്കെ രൂപം കൊള്ളുന്ന ഇതുപോലുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു. അവരുടെ ആദ്യത്തെ അവരുടെ സംഘടനയുടെ ഒരു ബ്രെയിൻ അല്ല, അവിടെ ഒരു ബീജാഭാവം ഉണ്ടായതൊക്കെ ഈ പറയുന്ന ക്യാമ്പുകളിലായിരുന്നു. അപ്പൊ അതിനുള്ളൊരു സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഇവരെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് ട്രംപ് ടോട്ടലി ഒന്ന് എറിഞ്ഞ സാധനമാണ്. അതായത് മുഴുവൻ പേരെ മാറ്റുക എന്നുള്ളത്. സത്യത്തിൽ മുഴുവൻ പേരെ മാറ്റുക എന്നുള്ളതല്ല പുള്ളിയുടെ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പൊ ഈ ധനുഷ് പറഞ്ഞതുപോലെ ഈ കനാല് പോകുന്ന ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ കനാല് പോകുന്ന ഭാഗം വെച്ചാൽ അത്രയും ഭാഗം മാത്രമായിരിക്കില്ല, അതിന്റെ ചുറ്റളവിലൊന്നും വേറെ ശല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത്രയും ഭാഗത്ത് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതായിരിക്കാം. ഒരു പക്ഷേ ഗാസ പൂർണ്ണമായിട്ട് ഇപ്പൊ ഗസയില് ഇല്ലല്ലോ, ആൾ താമസം ഇല്ലല്ലോ. അപ്പൊ ഇപ്പം അവിടെ ഉള്ള ആൾക്കാരൊക്കെ എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്? അവര് റഫയിലാണോ ഇപ്പൊ ഉള്ളത്? അവരവിടെ എങ്ങനെയാ കഴിയുന്നത് യഥാർത്ഥത്തിൽ? അല്ല, അവര് റഫേൽ പോയവരുണ്ട്, ലെബനനിലേക്ക് ഓടിപ്പോയവരുണ്ട്, ഈജിപ്തിലേക്ക് കുടിയേറി പലായനം ചെയ്തവരുണ്ട്. തിരിച്ചു വരാൻ പോവാണോ? അവര് തിരിച്ചു വരാൻ പോവുകയാണ്. കാരണം അവിടെ ഇവർക്ക് അവരെ താൽക്കാലികമായി കുടിയേറിയവരാണ്, അവരൊന്നും ഇവരെ പെർമനന്റ് ആയിട്ട് വെക്കില്ല. ഇവരെല്ലായിടത്തും പലയിടത്തേക്കും ഇവർ കുടിയേറിയിട്ടുണ്ട്. അതൊരു വിഷയം. ഇനി ഈ കുടിയേറ്റം നടക്കുന്നത് പല രീതിയിലാണ്. പൈസ ഉള്ളവൻ അത്യാവശ്യം നല്ല രാജ്യങ്ങൾ നോക്കിപ്പോവും, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ നോക്കിപ്പോവും. ഇപ്പം അവിടുന്ന് പൈസ വിട്ട് പിന്നെ ഫ്ലൈറ്റിലൊക്കെ കയറി പോകാൻ പറ്റുന്നു. അല്ലാത്തവരൊക്കെ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവര് കുടിയേറുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ജീവിതം ഒരു നരകതുല്യമായി തന്നെ പോകും. കാരണം ഇവര് ഇത് ആദ്യമായിട്ടല്ല ഇത് അഭിമുഖീകരിക്കുന്നത്, പലപ്പോഴായിട്ട് വന്നു. പിന്നെ ഈ തെക്കൻ ലെബനൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ കുറച്ചുകൂടെ സേഫായി, ഈ ഹിസ്ബുള്ളയുടെ ശല്യമില്ലാതെ വരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ വടക്കൻ ഇസ്രായേലില് അവരുടെ കുറെ പൗരന്മാരുണ്ട്. അതായത് ലെബനിൽ നിന്നും കുടിയിറക്കപ്പെട്ട് അല്ലെങ്കിൽ പലായനം ചെയ്ത് ഓടിയെത്തിയ ഏതാണ്ട് 60,000-ഓളം പൗരന്മാരുണ്ട്. അവരെ കൊണ്ടുവന്ന് ഒരുപക്ഷെ അവിടെ സേഫാക്കുക, അതായത് വടക്കൻ ലെബനിൽ അവരെ കുടിയിരുത്തുക, തെക്കൻ ലെബനൻ ഒഴിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഗസയിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ആൾപ്പാർപ്പ് ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. അവിടെ ഇപ്പൊ നിലവിലുള്ള ആളുകൾ ഉണ്ട്. അപ്പൊ അവരെയാണ് എങ്ങനെയെങ്കിലും കൊണ്ടുപോകുക. ഇപ്പൊ അതിന് അമേരിക്ക വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ ഈജിപ്തോ ജോർദാനോ ഒക്കെ ഇവരെ, കാരണം അവിടെയൊക്കെ ഈ സ്പേസ് ഉണ്ട്, ഇവർക്ക് പോകാനുള്ള സ്പേസുകളുണ്ട്. അവരെ അവിടെ ഏൽപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടായിരിക്കും അത് നിൽക്കുന്നത്. കാരണം ഇവരുടെ ലക്ഷ്യം മുഴുവൻ ട്രേഡിംഗ് ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന വന്നതിന് ശേഷം നമ്മൾ അന്തർദേശീയ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിനെതിരെ ഒരു രാജ്യവും പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇതിനകത്ത് ആകെ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ഹമാസ് മാത്രമാണ്. ഹമാസ് മാത്രമാണ് അത് നടക്കില്ല എന്ന് പറഞ്ഞത് ഹമാസ് മാത്രമാണ്. വേറെ ഒരു രാജ്യവും പ്രതികരിച്ച് നമ്മൾ കണ്ടില്ല. ഒരുപക്ഷെ ഇവരെല്ലാം പല രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള ഒരു സാഹചര്യം അമേരിക്ക തന്നെ സൃഷ്ടിച്ചു കൊടുക്കുമായിരിക്കും. കാരണം ഇപ്പോ അവരുടെ തന്നെ ഒരു നാറ്റോ സഖ്യത്തിൽപ്പെടുന്ന ഒരു രാജ്യമാണ് തുർക്കി. അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ എത്താനുള്ള സൗകര്യങ്ങൾ ഒരുപക്ഷെ ഇവർ ചെയ്തു കൊടുത്തേക്കുമായിരിക്കും. ഇത്രയും പേരെ നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട ഫണ്ടും കാര്യങ്ങളും, അതായത് ഇവർക്ക് വേണ്ട ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നൽകിക്കോളാം എന്നൊരു സമ്പ്രദായത്തിലേക്ക് പോകും. പക്ഷെ അതിനകത്ത് ഈ ജനം അതിന് തയ്യാറാകുമോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഇത് എത്ര നാൾ ഈ ഫണ്ട് കിട്ടും ഇല്ല എന്നുള്ളത് കാര്യം ഉറപ്പില്ല. കാരണം ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമാണെന്നും തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അവിടെ ഒരു മരുപ്പുറമ്പായി കിടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇവര് എടാപിടി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ കനാലിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇത് ആർക്കും ഇല്ലാത്തൊരു പ്രദേശമാക്കി ഒരു മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് ആരുടെയുമല്ല, ഇതൊരു പ്രശ്നബാധിതമായ മേഖലയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ചില സ്ഥലങ്ങളിൽ ഈ പ്രശ്നബാധിത മേഖല വരുമ്പോൾ പോലീസ് വന്നിട്ട് റിബൺ വലിച്ചു കിട്ടും, ഇങ്ങോട്ടേക്ക് ആരും കയറരുത്, ഇവിടെ പ്രശ്നബാധ എന്ന് പറഞ്ഞതുപോലെ ഈ ഗസയ്ക്ക് ചുറ്റും ഒരു റെഡ് റിബൺ വലിച്ചു കെട്ടിക്കൊണ്ട് ഇത് പ്രശ്ന മേഖലയാണ്, ഞങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അത് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഓരോരുത്തർക്ക് വരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കി മാറ്റുകയായിരിക്കും. പ്രത്യേകിച്ച് അമേരിക്ക അവിടെ ലാൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് GCC രാജ്യങ്ങൾക്ക് എതിർപ്പ് ഉണ്ടാകും തോന്നുന്നുമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ. കാരണം ഇപ്പോൾ ട്രംപ് ഇപ്പൊ പശ്ചിമേഷ്യയിലേക്ക് ഒരു സന്ദർശന പരിപാടി ആസൂത്രണം ചെയ്ത് വരികയാണ്. സൗദി അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ട്രംപ് നേരിട്ടെത്തുന്നു. ട്രംപിന്റെ ഒന്നാം ട്രംപ് കാലഘട്ടത്തിലായിരുന്നു ഈ GCC രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് വലിയ ഡീൽസുകൾ ഉണ്ടായിരുന്നു, വലിയ ഡീലിങ്ങുകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അന്ന് ഈ ഇസ്രയേലുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ട്രേഡിംഗ് റൂട്ടുകൾ, ഫ്ലൈറ്റ് സർവീസുകൾ ഇതെല്ലാം UAE അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് കരാർ ഒപ്പുവെക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്നവരാണ്, എല്ലാ രാജ്യക്കാരും വരുമാനം കൂട്ടുക, രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഗസയെ കണക്ക് ഒരു തലവേദന പൊക്കി തലയെ വെക്കണ്ട എന്നതായിരിക്കും. ഒരുപക്ഷെ അതിന്റെ ഒരു എന്താണ് പറയുന്നത്, പ്രതികരണങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. ഒരുപക്ഷെ അടുപ്പുകൂട്ടി ചർച്ചക്കാരും എല്ലാം ചർച്ച ചെയ്തേക്കുമായിരിക്കും. അത് എന്തായാലും അവരുടെ വേർഷൻ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. വേർഷൻ കേട്ട് കഴിയുമ്പോൾ മാത്രമേ എന്താണ് അവരുടെ വേർഷൻ എന്ന് അറിയാൻ പറ്റും. ഏതായാലും ഹമാസ് ഇതിനെ എതിർത്തിട്ടുണ്ട്, സ്വാഭാവികമായി ഹമാസ് എതിർക്കുക തന്നെ ചെയ്യും. പിന്നെ വേറെ നമ്മളൊന്നും കേട്ടിട്ടില്ല. ഇനി ഒരുപക്ഷെ ഇറാൻ ആയിരിക്കാം ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു രാജ്യം. തുർക്കിയിലെ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ഇസ്രായേലിന് അമേരിക്ക അനുമതി നൽകി എന്നുള്ളൊരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തേജസ് ന്യൂസിൽ കണ്ടതാ കേട്ടോ.
കാരണം അവർ ഇതൊക്കെ അല്ല ഭയങ്കര keen അങ്ങനെയല്ല, ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അല്ല അങ്ങനെയല്ല. അത് ആ വാർത്തയിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അത് ഉം, ആ മാധ്യമം ഞാൻ കണ്ടില്ല എങ്കിൽ പോലും അങ്ങനെയാണ് ആ വാർത്ത. അങ്ങനെയല്ല ആ വാർത്ത. ആ, ഉം, ഇറാൻ കഴിഞ്ഞ ദിവസം ട്രംപ് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി കൗൺസിലിന് ഒരു ഉത്തരവ് കൊടുത്തിരുന്നു. തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ, ഉം, അതായത് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടാകുകയോ വധിക്കുകയോ ഉം. ചെയ്യുകയാണെങ്കിൽ ആ നിമിഷം ഇറാൻ ചുട്ട് ചാമ്പലാക്കണം എന്നായിരുന്നു കൊടുത്ത നിർദ്ദേശം. അത് പ്രസിഡന്റ് ശരി. ആണല്ലോ ഇവർക്ക് ആക്രമിക്കാനുള്ള ഇത് കൊടുക്കുന്നത്, ഉത്തരവ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം അതെ, വന്നതായിട്ടാണ് അതെ. വാർത്തകൾ വരുന്നത്. ആ വാർത്ത കണ്ടതിന് ശേഷം പിന്നീട് ഇറാന്റെ ഒരു പ്രതികരണം അതിനെക്കുറിച്ചുണ്ടായി. ഇറാൻ പറഞ്ഞത് ഉം, ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളോ വല്ലതും തകർക്കുകയാണെങ്കിൽ ലോക യുദ്ധമായിരിക്കും, അതാണെന്ന് പറഞ്ഞ് ഇറാൻ ഒരു പ്രതികരണം ചെയ്തു. ഇതാണ് ഈ അതെ, അതെ. രീതിയിലേക്ക് മാറ്റിയത്. ഇസ്രയേലിന് ഈ പവർ ഇസ്രയേലിനല്ല അവർ കൊടുത്തത്. അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തന്റെ ഈ സെക്യൂരിറ്റി വിങ്ങിനോട്, കാരണം അമേരിക്കയുടെ ഇങ്ങനെയുള്ള ആക്രമണം നടത്തുന്ന ആ ഉം, വിങ്ങിനോടാണ് പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ എനിക്കെതിരെ വധശ്രമം നടക്കും. കാരണം ഇറാനിലെ ആള് ഒരു കൂട്ടം പേര് ട്രംപിനെ വധിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേ ഇരുന്നു, അവരെ അതെ, അതെ, പിടികൂടിയിരുന്നു. അതെ, അതെ. അപ്പൊ ഇറാൻ ഉം, നിരന്തരം ട്രംപിനെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ട്രംപ് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത്. തനിക്ക് നേരെ ഉം, വധശ്രമം ഉം, ഉണ്ടാകും, തന്നെ കൊലപ്പെടുത്തുകയോ ചെയ്താൽ ഇറാൻ ആ നിമിഷം തകർക്കണം. ഉം. ഇതാണ് വളച്ചൊടിച്ച് ഇസ്രയേലിന് പെർമിഷൻ കൊടുത്തു ആക്രമിക്കാവുന്ന രീതിയിലേക്ക് മാറ്റുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത്. ഇതിനകത്ത് സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതിനെ ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. ഇറാൻ അപ്പോൾ തന്നെ പറയുകയും ചെയ്തു, ഉം. തങ്ങളെ ആക്രമിച്ചാൽ, അത് ഇസ്രായേൽ ആക്രമിച്ചാലും അമേരിക്ക ആക്രമിച്ചാലും ഞങ്ങൾ ലോകമഹായുദ്ധത്തിലേക്ക് പോകും, ഞങ്ങളത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ആ വാർത്തയുടെ ഒരു സത്യം, ഇത്രയാണ്. അപ്പൊ ഈ ഗസയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇറാൻ ഒരു പ്രസ്താവന നടത്തും. ഒരുപക്ഷെ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ ഒരു പ്രസ്താവന നടത്താൻ സാധ്യതയുണ്ട്. കാരണം എർദോഗൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉം, പോയി ഡയലോഗ് ഇവിടുന്ന് എടുക്കാനാണ്. പിന്നെ വരുന്ന ഒരു ഉം. അതെ, പ്രസ്താവന അതെ. വരാൻ സാധ്യതയുള്ളത് നമ്മുടെ പാകിസ്ഥാനാണ്. അതും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവന്മാരും എന്തെങ്കിലും പറയും. ഇതിനകത്ത് വളരെ രസം, ഇപ്പൊ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ട് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം എന്തായാലും. പാകിസ്ഥാൻ ഉം, ഈ ഫെബ്രുവരി 8-നാണെന്ന് തോന്നുന്നു ഈ കാശ്മീർ ഡേ എന്ന് പറഞ്ഞൊരു ആഘോഷമുണ്ട് കേട്ടോ. അതായത് ഓ. നമ്മുടെ ഈ നവാസ് ഷെരീഫ് ഇരുന്ന കാലത്ത് ആ. കാശ്മീരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത് വലിയൊരു ആഘോഷമായിട്ട് പാകിസ്ഥാനിൽ ആചരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം കുറച്ചുകൂടി ഉം, വിപുലമായിട്ട് അവര് എല്ലാ സ്കൂളിനും കോളേജിനൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്. അപ്പം അതായത് കാശ്മീർ ഡേ. അപ്പൊ ഇതിന് താഴെ വന്നിട്ട് കാശ്മീരിൽ തന്നെ കമന്റ് ഇടുന്നുണ്ട്, ഈ ഡേ ആഘോഷിക്കുന്നത് എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? അതായത് ഉം. കാശ്മീരിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഡേ നടത്തുന്ന ഒരു ഗുണവും നമുക്കില്ല. ഇത് നവാസ് അതെ, ഷെരീഫ് അതെ. അന്നത്തെ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ്. അപ്പോ ഉം. വളരെ, അതായത് പാക് സേനയും ഭരണകൂടത്തെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് അവരുടെ കമന്റുകളും മറ്റുമൊക്കെ അതിൽ വരുന്നത്. അവരതിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം, കുറച്ചു നാളായിട്ട് ഇല്ലായിരുന്ന സംഭവം. എല്ലാ വർഷവും ഇവർ ഉം, ഉം. ആഘോഷിക്കാറുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അത് ഓക്കെ. സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ്. അതാണ് ഉം. പാകിസ്ഥാൻ. ഞാൻ പറഞ്ഞു വന്നത് അതാണ് പാകിസ്ഥാൻ. ഒരു ഗുണവും ഇല്ലെങ്കിൽ ചുമ്മാതെ ജനങ്ങളെ ഇളക്കി വിടാനായിട്ട് കാശ്മീർ ഡേ ഉം. എന്ന് പറഞ്ഞിട്ട് ആഘോഷം. അതുപോലെ ചിലപ്പോൾ അവരുടെ ഒരു പ്രതികരണം ഉണ്ടാകുമായിരിക്കും. എന്തായാലും ഗസ ഇനി നോക്കട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നതിന്റെ മൊത്തത്തിലുള്ള അന്തരാർത്ഥം. നമ്മൾ ഇത്രയും ചർച്ച ചെയ്തതിന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതെ, മക്കളെ ഗസ ഇനി കൺക്ലൂഷൻ. നോക്കണ്ട എന്നാണ്. കൺക്ലൂഷൻ, ഗസ ഇനി നോക്കണ്ട, അത്രേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് വരണ്ട, ഇത്രേ ഉള്ളൂ. ഇത് മാത്രമാണ് അതിന്റെ മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷൻ. ഓക്കെ, താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.